മലയോര ഗ്രാമത്തിന്റെ അതിരുകളിൽ പച്ചപ്പിന്റെ മൂടുപടം ധരിച്ചു കിടന്നിരുന്ന ചെറിയ വീട്ടിൽ ജനിച്ച അർജുനും അതേ ഗ്രാമത്തിലെ നദീതീരത്തെ മണ്ണിന്റെ മണം വഹിച്ച വീട്ടിൽ വളർന്ന മീരയും ബാല്യകാലം മുതൽ തമ്മിൽ പരിചയപ്പെട്ടവർ ആയിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ അവരുടെ സൗഹൃദം പതുക്കെ ആഴമുള്ള സ്നേഹമായി മാറി. ഗ്രാമത്തിലെ ഉത്സവങ്ങളിലും ക്ഷേത്രത്തിലെ ദീപാരാധന സമയത്തും പരസ്പരം കണ്ണുകൾ തേടി നിൽക്കുന്ന നിമിഷങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഒരേ രഹസ്യത്തെ വളർത്തി. എന്നാൽ രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള പഴയ വൈരാഗ്യം കാരണം അവരുടെ ബന്ധം ഒരിക്കലും അംഗീകരിക്കപ്പെടില്ലെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിലും സ്നേഹം എന്ന നദി തടയണകളെ മറികടക്കുന്നതുപോലെ അവർ തമ്മിലുള്ള ആകർഷണം ദിനംപ്രതി ശക്തമായി. അർജുനിന്റെ അച്ഛൻ കുടുംബമര്യാദയെക്കുറിച്ച് കടുത്ത നിലപാട് എടുത്തവനായിരുന്നു. മീരയുടെ അമ്മയ്ക്ക് ജാതിയുടെയും സ്വത്തിന്റെയും അഭിമാനം വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ഇരുവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം തുറന്നു പറഞ്ഞ നാള് ഗ്രാമം മുഴുവൻ ചൂടുപിടിച്ചു. വാതിലുകൾ അടച്ചുകൊണ്ടും കണ്ണീർ പൊഴിച്ചുകൊണ്ടും മാതാപിതാക്കൾ അവരെ വേർപിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാത്രിയുടെ ഇരുട്ടിൽ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി ഒളിച്ചുകൊണ്ടുമുട്ടുന്ന അവരുടെ മനസ്സുകൾ വേർപിരിയാൻ തയ്യാറായില്ല. ഒരു ദിവസം മഴമേഘങ്ങൾ കറുത്തുകൂടിയ സന്ധ്യയിൽ വീട്ടിൽ വീണ്ടും കലഹം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അർജുൻ മീരയോട് ഇനി താമസിക്കാനാവില്ലെന്ന് പറഞ്ഞ് ഗ്രാമം വിട്ടോടാമെന്ന തീരുമാനം അറിയിച്ചു. ഭയവും ആവേശവും ഒരുമിച്ച് നിറഞ്ഞ ഹൃദയത്തോടെ മീര തന്റെ മുറിയിലെ ജനൽ വഴിയിറങ്ങി. ചെറിയ ബാഗിൽ കുറച്ച് വസ്ത്രങ്ങളും ഓർമ്മകളും ഒളിപ്പിച്ച് അവന്റെ കൈപിടിച്ചു. പിന്നിൽ മുഴങ്ങുന്ന വിളികൾ അവഗണിച്ച് ഇരുട്ടിലേക്ക് അവർ ഓടി. ഗ്രാമത്തിന്റെ അതിരുകൾ കടന്നതോടെ മണ്ണുവഴികൾ പതുക്കെ കാടിന്റെ പാതകളായി മാറി. ഉയരം കൂടിയ മരങ്ങൾ അവരുടെ മുകളിൽ തലകുനിച്ച് എന്തോ ചൂഷണം പറയുന്നതുപോലെ തോന്നി. രാത്രിയുടെ കാറ്റിൽ ഇലകൾ ചലിക്കുന്ന ശബ്ദം പോലും പിന്തുടരുന്ന ആരുടെയോ കാൽനാദം പോലെ കേട്ടു. എങ്കിലും പരസ്പര വിശ്വാസം അവർക്ക് ധൈര്യം നൽകി മുന്നോട്ട് നീങ്ങി. ദൂരെയായി ഒരു പഴയ വീടിന്റെ രൂപം മങ്ങിയ ചന്ദ്രപ്രകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് അതൊരു രക്ഷാകവചമായി തോന്നി. ചുറ്റും കാട് കുത്തിനിറഞ്ഞതും ജനലുകൾ തകർന്നതുമായ ആ വീട് വർഷങ്ങളായി ആരും താമസിക്കാത്തതുപോലെ നിർജീവമായി നിന്നു. പക്ഷേ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങിയതോടെ അവർക്ക് മറ്റൊരു ആശ്രയം ഇല്ലാതിരുന്നതിനാൽ വാതിൽ തള്ളി അകത്ത് കടന്നു. അകത്തെ വായുവിന് പാളിച്ചയുടെ ഗന്ധമുണ്ടായിരുന്നു. ചുമരുകളിൽ പഴയ ചിത്രങ്ങൾ തൂങ്ങിയിരുന്നു. ചിലത് കീറിയും ചിലത് മറിഞ്ഞും കിടന്നു. മധ്യത്തിലുള്ള മേശപ്പുറത്ത് പൊടിയടിഞ്ഞ ഒരു വിളക്ക് കണ്ടപ്പോൾ അർജുൻ അതിൽ തീ കൊളുത്തി. മങ്ങലുള്ള പ്രകാശം പരന്നതോടെ മുറിയുടെ കോണുകളിൽ നീളുന്ന നിഴലുകൾ അന്യമായ ആകൃതികൾ സൃഷ്ടിച്ചു. മീര അവന്റെ അരികിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഈ വീട്ടിൽ ആരോ നോക്കി നിൽക്കുന്നുവെന്ന വിചിത്രമായ അനുഭവം അവളുടെ ഹൃദയം കുലുക്കി. പുറത്ത് കാറ്റ് ശക്തമായി വീശി ജനലുകൾ തട്ടിയപ്പോൾ വീടിന്റെ പഴയ മരപ്പാളികൾ കരഞ്ഞുപോലെ ശബ്ദിച്ചു. ആ ശബ്ദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം അവർക്ക് വ്യക്തമല്ലായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ ഒരിക്കൽ ആരോ ജീവിച്ചിരുന്നുവെന്നും അവരുടെ കഥകൾ ഇനിയും ചുമരുകളിൽ കുടുങ്ങിയിരിക്കുന്നുവെന്നും തോന്നി. അങ്ങനെ ഭയവും പ്രതീക്ഷയും ചേർന്ന ഒരു നീണ്ട രാത്രിയുടെ തുടക്കം അവർ അറിഞ്ഞില്ലാതെ സ്വീകരിച്ചു. പുറത്ത് മഴ കനത്തതോടെ ആ പഴയ വീടിന്റെ മേൽക്കൂരയിൽ തുള്ളികൾ പതിക്കുന്ന ശബ്ദം ഒരു അന്യമായ താളമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. മങ്ങലുള്ള വിളക്കിന്റെ പ്രകാശം ഇടയ്ക്കിടെ കുലുങ്ങി മുറിയുടെ കോണുകളിലെ ഇരുട്ടിനെ കൂടുതൽ ഗഹനമാക്കി. അർജുൻ മീരയുടെ കൈ ശക്തമായി പിടിച്ചുകൊണ്ട് ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞുവെങ്കിലും അവന്റെ ശബ്ദത്തിൽ പോലും ചെറിയ വിറയലുണ്ടായിരുന്നു. കാരണം ഈ വീട്ടിന്റെ മതിലുകൾ ശ്വസിക്കുന്നതുപോലെ ഒരു ചൂടില്ലാത്ത ശ്വാസം അവരുടെ ചെവികൾക്കരികിലൂടെ ഒഴുകുന്നതായി തോന്നി. അവർ അല്പം വിശ്രമിക്കാനായി പൊടിപിടിച്ച സോഫയിൽ ഇരുന്നപ്പോൾ മുകളിൽ നിന്ന് നിസ്സാരമായ കാൽനാദം കേട്ടു. ആരോ പതുക്കെ നടന്നു വരുന്നതുപോലെ തടി പാളികൾ കിരുകിരുത്തി. മീരയുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു തുടങ്ങിയതും അവൾ അർജുനിന്റെ തോളിൽ മുഖം ഒളിപ്പിച്ചതും ഒരേ നിമിഷം നടന്നു. പക്ഷേ അവൻ ധൈര്യം കാണിക്കാൻ ശ്രമിച്ച് വിളക്ക് ഉയർത്തിപ്പിടിച്ച് പടിയിലേക്കു നീങ്ങി. പടിയുടെ മുകളിൽ എത്തുമ്പോൾ ഒരു മങ്ങലുള്ള വെളിച്ചം അവരെ വരവേറ്റു. ആ വെളിച്ചത്തിനുള്ളിൽ വെള്ളമുടിയുള്ള ഒരു വൃദ്ധ സ്ത്രീ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ആഴമുള്ള കുഴികളുപോലെ ഇരുണ്ടതായിരുന്നുവെങ്കിലും മുഖത്ത് വിചിത്രമായ ഒരു സ്നേഹാസം വിരിഞ്ഞിരുന്നു. നിങ്ങൾ മഴയിൽ നനഞ്ഞിരിക്കുകയാണ്, കുട്ടികളെ അകത്ത് വന്ന് ഇരിക്കൂ എന്ന് അവൾ മൃദുവായി പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം വീടിന്റെ ചുമരുകളിൽ നിന്നു തിരിച്ചൊലിച്ചതുപോലെ തോന്നി. ആ വൃദ്ധ സ്ത്രീ അവരെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ മേശപ്പുറത്ത് ചൂട് പൊങ്ങുന്ന കഞ്ഞിയും പഴയ പാത്രത്തിൽ വെള്ളവും തയ്യാറായി കിടന്നിരുന്നു. ഇത്രയും കാലമായി ആരും താമസിക്കാത്ത വീട്ടിൽ ഇങ്ങനെ ചൂടുള്ള ഭക്ഷണം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം അവരുടെ മനസ്സിൽ ഉയർന്നുവെങ്കിലും അവളുടെ സ്നേഹപരമായ പെരുമാറ്റം അവരുടെ സംശയങ്ങളെ താൽക്കാലികമായി മൂടിക്കെട്ടി. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഈ വീട് നിങ്ങളെ കാത്തിരുന്നതാണ് എന്ന് അവൾ പറഞ്ഞത് കേട്ടപ്പോൾ മീരയ്ക്ക് ഒരുതരം ആശ്വാസം തോന്നി. വൃദ്ധ സ്ത്രീ അവരുടെ കഥ ചോദിച്ചറിഞ്ഞു. മാതാപിതാക്കൾ സമ്മതിക്കാത്ത സ്നേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു അപ്രതീക്ഷിത തിളക്കം പ്രത്യക്ഷപ്പെട്ടു. സ്നേഹം ഒരിക്കലും തോൽക്കില്ല, ഈ കാട് നിങ്ങളെ സംരക്ഷിക്കും എന്ന് അവൾ ഉറപ്പു നൽകി. അവളുടെ വാക്കുകൾ മായാജാലം പോലെ അവരെ ശാന്തരാക്കി. എന്നാൽ മുറിയുടെ ഒരു കോണിൽ പഴയ കണ്ണാടി സ്വയം കുലുങ്ങി. ഒരു നിമിഷം അവരുടെ പ്രതിഫലനം കാണിച്ചപ്പോൾ മീര അതിൽ വൃദ്ധസ്ത്രീയുടെ പ്രതിബിംബം കാണാനായില്ല. ആ വിചിത്രത അവളുടെ മനസ്സിൽ ഒരു ചൂടില്ലാത്ത ഭയം വിതറി. എന്നാൽ അർജുൻ അത് വെറും പ്രകാശത്തിന്റെ കളിയാകാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു.
രാത്രിയുടെ വൈകിയ സമയത്ത് വൃദ്ധസ്ത്രീ അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹം നൽകിയപ്പോൾ അവളുടെ വിരലുകൾ മഞ്ഞുപോലെ തണുത്തതായിരുന്നു. ആ സ്പർശത്തിൽ ഒരു നിമിഷം മുഴുവൻ വീട് നിശ്ചലമായി നിന്നതുപോലെ തോന്നി. അവർ കിടക്കയിൽ കിടന്നതോടെ താഴെ നിന്ന് മൃദുവായ പാട്ട് കേൾക്കാൻ തുടങ്ങി. ആരോ പഴയ ഒരു ലാലിപ്പാട്ട് പാടുന്നതുപോലെ ശബ്ദം ഒഴുകി വന്നു. മീരയുടെ കണ്ണുകൾ ഭാരമായിരുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ എന്തോ തെറ്റായിരിക്കുന്നു എന്ന സംശയം വളർന്നു. അർജുൻ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയപ്പോൾ അവൾ മുറിയുടെ വാതിൽ പതുക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി. പടിയിറങ്ങി താഴേക്ക് എത്തിയപ്പോൾ വൃദ്ധസ്ത്രീ അടുക്കളയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ മുഖത്തിലെ സ്നേഹഹാസം അപ്രത്യക്ഷമായിരുന്നു. പകരം അവൾ ഒരു പഴയ ഫോട്ടോ പിടിച്ചുനിന്ന് അതിലേക്കു നോക്കി കരയുകയായിരുന്നു. ഫോട്ടോയിൽ യുവാവും യുവതിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം കാണാമായിരുന്നു. അവരുടെ മുഖം അർജുനും മീരയും പോലെ അത്യന്തം സാമ്യമുള്ളതായിരുന്നു. ആ കാഴ്ച മീരയുടെ രക്തം തണുപ്പിച്ചു. അവൾ അപ്രതീക്ഷിതമായി തല ഉയർത്തി നേരെ മീരയെ നോക്കി. നീ കണ്ടുവോ എന്ന് ചോദിച്ച ശബ്ദം ഇനി മൃദുവല്ലാതെ ഗഹനമായിരുന്നു. വീടിന്റെ ചുമരുകൾ പതുക്കെ വിറങ്ങലിച്ചപ്പോൾ പുറത്തുള്ള കാട് നിശബ്ദമായി. ആ നിമിഷത്തിൽ ഈ വൃദ്ധസ്ത്രീയുടെ വരവേറ്റൽ സ്നേഹമല്ല മറ്റെന്തോ ആണെന്ന ഭയങ്കര സത്യം അവരുടെ ജീവിതത്തെ മറിച്ചിടാൻ ഒരുങ്ങുകയായിരുന്നു. മീരയുടെ നെഞ്ചിടിപ്പ് കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കെ വൃദ്ധസ്ത്രീയുടെ കണ്ണുകൾ അസ്വാഭാവികമായ പ്രകാശത്തോടെ ജ്വലിച്ചു. നീ കണ്ടുവോ എന്ന് വീണ്ടും ചോദിച്ച അവളുടെ ശബ്ദം ഇപ്പോൾ വീട്ടിന്റെ എല്ലാ ചുമരുകളിലും ഒരേ സമയം മുഴങ്ങുന്നതുപോലെ ഗംഭീരമായി പരന്നിരുന്നു. മീര ഒരു വാക്കുപോലും ഉരുവിടാൻ കഴിയാതെ പിന്നോട്ട് പടി വെച്ചപ്പോൾ പടിക്കലിലെ വിളക്ക് സ്വയം അണഞ്ഞു. വീടിനെ മുഴുവൻ വിഴുങ്ങിയ ഇരുട്ടിൽ മുകളിലെ മുറിയിൽ ഉറങ്ങിക്കിടന്ന അർജുനിന്റെ പേര് വിളിച്ചുണർത്താൻ അവൾ ശ്രമിച്ചെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. അതേസമയം മുകളിൽ നിന്ന് വാതിൽ അടയുന്ന ശബ്ദവും അർജുനിന്റെ ഞെട്ടിയ വിളിയും ഒരുമിച്ച് കേട്ടു. മീര പടിയിലൂടെ ഓടിയെത്തുമ്പോൾ ഓരോ പടിയും ചളിപോലെ മൃദുവായി കാൽ പിടിച്ചു നിർത്തുന്നതുപോലെ തോന്നി. മുറിയുടെ വാതിൽ അടഞ്ഞുകിടക്കുകയും അകത്തുനിന്ന് അർജുൻ ശക്തമായി തട്ടുകയും ചെയ്തു. വാതിൽ തുറന്ന നിമിഷം അവൾ കണ്ട കാഴ്ച അവളുടെ മനസ്സിൽ എന്നെന്നും പതിഞ്ഞു. മുറിയുടെ നടുവിൽ വൃദ്ധസ്ത്രീ നിൽക്കുകയും അവളുടെ രൂപം പതുക്കെ മാറി ഒരു യുവതിയുടെ രൂപമാകുകയും ചെയ്തു. ആ യുവതിയുടെ മുഖം താഴെ കണ്ട ഫോട്ടോയിലുണ്ടായിരുന്ന അതേ മുഖമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ തീപ്പൊരി പോലെ കോപം കത്തുകയായിരുന്നു. ഞാനും ഒരിക്കൽ ഇങ്ങനെ തന്നെ സ്നേഹിച്ച് ഓടിയെത്തിയവളാണ് എന്ന് അവൾ ഗർജിച്ചു. എന്റെ മാതാപിതാക്കൾ എന്നെ ഇവിടെ പൂട്ടിവെച്ചു. അവനും എന്നെ രക്ഷിക്കാൻ വരുമെന്നു കാത്തിരിക്കെ ഈ വീട്ടിൽ തന്നെ ഞാൻ മരിച്ചുപോയി. എന്റെ ആത്മാവ് ഈ ചുമരുകളിൽ കുടുങ്ങി. സ്നേഹികൾ ഇവിടെ എത്തുമ്പോഴൊക്കെ അവരെ സംരക്ഷിക്കുന്നതായി നടിച്ച് അവരുടെ സന്തോഷം കാണുകയും പിന്നീട് അവരുടെ ഭയത്തിൽ നിന്ന് ശക്തി കൈക്കലാക്കുകയും ചെയ്യുന്നു എന്ന് അവൾ ഭീകരമായ ചിരിയോടെ സമ്മതിച്ചു. അർജുൻ മീരയുടെ മുന്നിൽ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ശരീരം അദൃശ്യമായ ശക്തിയിൽ ചുമരിലേക്ക് തെറിച്ചു. മുറിയിലെ കണ്ണാടികൾ ഒറ്റയടിക്ക് തകർന്ന് അനവധി പ്രതിബിംബങ്ങളിൽ ആ ആത്മാവിന്റെ വക്രഹാസം പ്രത്യക്ഷപ്പെട്ടു. സ്നേഹം എന്ന വാക്ക് അവൾക്കിപ്പോൾ പ്രതികാരത്തിന്റെ മറ്റൊരു രൂപമായി മാറിയിരുന്നു. നിങ്ങളും ഇവിടെ എന്നോടൊപ്പം എന്നെന്നും ഇരിക്കണം എന്ന് അവൾ പ്രഖ്യാപിച്ച നിമിഷം വീടിന്റെ നിലം കീറിപ്പൊളിയുന്നതുപോലെ നടുങ്ങി. ആ ഭീതിയുടെ ഇടയിൽ മീരയ്ക്ക് പുറത്തു കാട്ടിൽ ഒരിക്കൽ കണ്ട വൃദ്ധനായ കട്ടിക്കാരനെ ഓർമ്മ വന്നു. അവർ വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ മരച്ചില്ലകൾ ചുമന്നു നടന്ന ഒരാൾ അവരെ മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചിരുന്നു. ആ വീട്ടിൽ ഒരിക്കൽ ഒരു യുവതി മരിച്ചുവെന്നും അവളുടെ ആത്മാവ് ഇന്നും അവിടെ അലയുന്നതായും അവൻ പറഞ്ഞതിനെ അവർ അവഗണിച്ചിരുന്നു. ഇപ്പോൾ ആ വാക്കുകളുടെ ഭാരം അവളുടെ ഹൃദയത്തിൽ കല്ലുപോലെ വീണു. മീര ധൈര്യം ഒത്തുചേർത്ത് ആത്മാവിനോട് സംസാരിച്ചു. നീ അനുഭവിച്ച വേദന ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഞങ്ങളുടെ സ്നേഹം നശിപ്പിച്ചാൽ നിന്റെ വേദന കുറയില്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ മുറിയിൽ ഒരു നിമിഷം നിശബ്ദത സൃഷ്ടിച്ചു. ആത്മാവിന്റെ കണ്ണുകളിൽ കോപത്തിനൊപ്പം ദുഃഖത്തിന്റെ നിഴലും തെളിഞ്ഞു. വർഷങ്ങളായി ആരും അവളുടെ കഥ കേട്ടിരുന്നില്ല എന്നതുപോലെ അവൾ പതുക്കെ പിന്നോട്ട് നീങ്ങി. അർജുൻ അവളുടെ കൈ പിടിച്ച് വാതിലിലേക്ക് ഓടിയപ്പോൾ വീട് അവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഓരോ ചുവടിലും ആത്മാവിന്റെ കരച്ചിൽ കൂടുതൽ ദുർബലമായി. പുറത്തേക്കു പാഞ്ഞിറങ്ങിയപ്പോൾ കാട് വീണ്ടും ശബ്ദങ്ങളാൽ നിറഞ്ഞു. പുലരിയുടെ ആദ്യപ്രകാശം മരക്കൊമ്പുകളിൽ പതിഞ്ഞു. പിന്നോട്ടു നോക്കിയപ്പോൾ ആ പഴയ വീട് മങ്ങിയ മഞ്ഞുപോലെ അപ്രത്യക്ഷമാകുന്നതായി അവർ കണ്ടു. ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അവരുടെ മാതാപിതാക്കൾ അവരെ ജീവനോടെ കണ്ടതിൽ കണ്ണീരോടെ ചേർത്തുപിടിച്ചു. കാട്ടിലെ അനുഭവം അവരുടെ ഹൃദയങ്ങളെ മാറ്റിയിരുന്നു. സ്നേഹത്തെ പൂട്ടിയിടാൻ ശ്രമിക്കുന്ന മതിലുകൾ ഒടുവിൽ ഭീകരമായ ഓർമ്മകൾ മാത്രമേ നൽകൂ എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ലഭിച്ചു. എന്നാൽ ചില രാത്രികളിൽ കാറ്റ് ശക്തമായി വീശുമ്പോൾ ദൂരെയുള്ള കാട്ടിൽ നിന്ന് ഒരു മന്ദഹാസം കേൾക്കുന്നതായി മീരയ്ക്ക് ഇന്നും തോന്നാറുണ്ട്. ആ വീട്ടിൽ കുടുങ്ങിയ ആത്മാവ് പൂർണ്ണമായി മോചിതയായോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും ഇരുട്ടിൽ മറഞ്ഞുകിടക്കുന്നു.